Hello, welcome to market discussion of the day. Today, April 7th, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത മൺഡേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങളൊരു ബിഗിനറാണ്, ബേസിക്സ് ക്ലിയർ ആയിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്കാർക്ക് വരെ നല്ല രീതിയിൽ ബേസിക്സ് പറഞ്ഞു കൊടുക്കുന്ന 7 ദിവസത്തെ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് കോഴ്സസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ്സസ് ആയിരിക്കും. സോ ആ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ നടക്കാനായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച. ഓക്കെ, പക്ഷേ അത് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് പ്രസിഡന്റ് ട്രംപ് ഇറാന് കൊടുത്തിട്ടുള്ള അൾട്ടിമെൻറ്റം ഇന്ന് എക്സ്പയർ ആവുകയാണ് ട്യൂസ്ഡേ. സോ ഇന്നലെ ആയിരുന്നു പറഞ്ഞത് April 6 പക്ഷേ ഇന്നത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഈസ്റ്റേൺ ടൈം 8 മണിക്കാണ് ഈ പറയുന്ന ഇത് എൻഡ് ആവുന്നത്. അതിനുള്ളൊരു ഡീൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. സോ എന്താണ് ഡിമാൻഡ് ടു റീ ഓപ്പൺ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. സോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ആക്കിയില്ല എങ്കിൽ ഉറപ്പായിട്ടും വലിയ രീതിയിൽ ഇറാനെ ആക്രമിക്കും എന്നുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ത്യൻ US ടൈം ഈസ്റ്റേൺ ടൈം 8 PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ 5 മണിയാണ്. നാളെ രാവിലെ 5 മണിക്കാണ് ആക്ച്വലി ഇവിടെ ഈ ഒരു എന്താ പറയുക ന്യൂസ് നമ്മളെ അഫക്റ്റ് 5:30 മണിക്കാണ് ഇവിടെ ഈ ഒരു ന്യൂസ് അഫക്റ്റ് ആവുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് രാത്രിക്ക് മുന്നേ ആയിട്ട് പൊസിഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും നമുക്ക് ഉചിതമായിട്ടുള്ളൊരു കാര്യം. സോ കാരണം നമുക്ക് ഈവൻ സ്റ്റോപ്പ് ലോസുകൾ പോലും അടിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ. ആ ഒരു രീതിയിൽ ഇപ്പം നിങ്ങളിപ്പം ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എന്താ പറയുക ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈവൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലും അടിക്കാതെ ചിലപ്പം ആ ഒരു അവർ ക്യാൻഡിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം അവിടെ ഹിറ്റ് ആവണം എന്നില്ല. സോ അതുകൊണ്ടിട്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള കാര്യം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പോകാം. ഇന്ന് വളരെ ചെറിയൊരു നാരോ റേഞ്ച് ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് ഇന്ന് വെയിറ്റിംഗ് ഫോർ ദ ന്യൂസ് ആണ് മാർക്കറ്റ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഭയങ്കര ഒരു നാരോ റേഞ്ച് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് വൈകുന്നേരം 6 മണി അല്ലെങ്കിൽ ഒരു US സെഷന് മുന്നേ ആയിട്ട് തന്നെ മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ ഇന്നലെ പ്രൈസ് ഒന്ന് ഡ്രോപ്പ് ആയി. പ്രൈസ് ആ ഒരു 4630 to 4680 അടുത്ത് അല്ലെങ്കിൽ 4700 അകത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. സോ ദ മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ് ബിഗ് ന്യൂസ് ആക്ച്വലി. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ന്യൂസ്. ഈ ഒരു കാരണം കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ചെറുതായിട്ട് ഡിപ്പ് ആവുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്, ഡിപ്പ് ആവുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് അല്ലേ. സോ ബേസിക്കലി നമുക്ക് ഇറാൻ എന്താ പറയുക പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. സോ എന്താ പറയുക അത് ഇറാൻ പറഞ്ഞിട്ടുള്ള ഇൻസിസ്റ്റഡ് ഓൺ എ പെർമനൻറ്റ് എൻഡ് ഓഫ് ദ വാർ. വാറിൻ്റെ ഒരു പെർമനൻറ്റ് എൻഡിന് വേണ്ടിയിട്ടാണ് ഇറാൻ ശ്രമിച്ചത്. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു കാര്യം ഇറാൻ നിരസിക്കുകയാണ് ഉണ്ടായത്. സോ ബേസിക്കലി ഇവിടുന്ന് മാർക്കറ്റ് ഒരു മിലിറ്ററി ആക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറന്നില്ല, ഒരു ഡീലിലോട്ട് വന്നില്ല, ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു മിലിറ്ററി ആക്ഷൻ കര ബേസ് ചെയ്തിട്ടുള്ള യുദ്ധം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഗോൾഡ് ജമ്പായി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അല്ല നേരെ മറിച്ചൊരു ലാസ്റ്റ് മിനിറ്റ് ഡീൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡ് ഡ്രോപ്പ് ആവാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതൽ ഗോൾഡ് ഡ്രോപ്പ് ആവും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ രണ്ടാമത്തെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ US-ന് അനുകൂലമായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ NFP നോൺ ഫാം പേറോൾ ന്യൂസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. അത് ഓൾമോസ്റ്റ് 178K ആൾക്കാർക്കാണ് ആക്ച്വലി കഴിഞ്ഞ മാസം US-ന്ന് ജോലി കിട്ടിയത്. അത് വളരെ US-നെ ഭയങ്കരമായിട്ടുള്ള ശക്തിപ്പെടുത്തി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അങ്ങനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ എന്താണ് US ഡോളറിൻ്റെ വാല്യൂ നിങ്ങൾ കൂടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പം തന്നെ ഇന്ത്യയിലിരുന്ന് നമ്മൾ US ഡോളറിൻ്റെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 93 റുപ്പീസാണ് ഒരു US ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, ഒന്നാലോചിച്ചു 93 രൂപ. സോ US ഡോളറിൻ്റെ മൂല്യം കൂടുകയാണ്. US ഡോളറിൻ്റെ മൂല്യം കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർക്ക് ഗോൾഡ് ഈസ് വെരി എക്സ്പെൻസീവ് അല്ലേ. വേറെ ഉള്ള രാജ്യങ്ങൾക്ക് ഗോൾഡ് വാങ്ങാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആവുകയാണ്.
അല്ലേ? സോ ഈ ഒരു കാര്യം സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്ലേഷൻ വളരുന്നു. ഇൻഫ്ലേഷൻ വളരുന്നതിലൂടെ കാരണം എന്താ, ഓയിൽ പ്രൈസ് കൂടുന്നു, അതിലൂടെ ഇൻഫ്ലേഷൻ കൂടുന്നു. സോ ഇൻഫ്ലേഷൻ കൂടുന്നതിലൂടെ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള യാതൊരു ചാൻസസും ഇല്ല. സോ ഇന്നലെ നമ്മൾ പറഞ്ഞു, എന്താ പറയുക, ഇന്നലെ ഈ ഒരു നോൺ ഫാം പേറോളിന് ശേഷം വലിയ ഒരു പ്രശ്നത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് US എക്കണോമി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ ബേസിക്കലി ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. സോ എക്കണോമിക് ടേംസിൽ എങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, സോ അങ്ങനൊരു കാര്യം നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഫെഡിന് ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള നിർവാഹമില്ലാത്തത് കൊണ്ടിട്ട് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെടുത്തി വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. സോ അതൊക്കെ കൊണ്ടിട്ടാണ് ആക്ച്വലി ഗോൾഡ് മുകളിലോട്ട് പോവാത്തതും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ന്യൂസ് ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള കാര്യം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. നമുക്ക് ഫോറക്സ് ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വളരെ നമുക്ക് 5:45 ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. 6 മണിക്ക് നമുക്ക് കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസായിട്ട് പരിഗണിക്കാം. ഓക്കെ, നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് 5:05 ആക്ച്വലി എന്താണ് ഈ പറയുന്ന ഡീല് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനകത്തൊരു തീരുമാനമാവും. ഓക്കെ, പിന്നീട് നമുക്ക് എന്താണ് വൈകുന്നേരം യൂറോയിൽ നിന്ന് GBP കൺസ്ട്രക്ഷൻ PMI ഉണ്ട്. GBP 11:30 ഒരു ന്യൂസ് ഉണ്ട്, 12:30 ഒരു ന്യൂസ് ഉണ്ട്, 2 മണിക്ക് ന്യൂസ് ഉണ്ട് GBP. ഓക്കെ, GBP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. അതുകൊണ്ട് GBP നാളെ മാറി നിൽക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതേപോലെ FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, ക്രൂഡ് ഓയിൽ ഡേറ്റ ഉണ്ട്. യൂറോ ഇന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട് 2:30. സോ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും നാളത്തെ എഫക്റ്റ് ഇതൊന്നും ആയിരിക്കത്തില്ല. നാളെ വരാൻ പോകുന്ന ന്യൂസ് തന്നെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഈ ഒരു വാറിനകത്ത് എന്തെങ്കിലും ഒരു ഇളവുണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു സീസ് ഫയർ വരുമോ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തുറന്നു കൊടുക്കുമോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ആക്ച്വലി മാർക്കറ്റ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ടെക്നിക്കൽ സൈഡിന് മുന്നേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. അതിനകത്ത് നമുക്ക് എല്ലാ റെഗുലേഷൻസും ഇപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് ബ്രോക്കർ യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ സ്റ്റാർ ട്രേഡർ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ് എല്ലാ റെഗുലേഷൻസും. ഇപ്പോൾ UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASIC, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ $100,000 വരെ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് UAE ടീമിനെ സ്പോൺസർ ചെയ്ത, കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്പോൺസർ ചെയ്ത സ്റ്റാർ ട്രേഡറാണ്. NBA സ്പോൺസേഴ്സാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഡെപ്പോസിറ്റ് ബോണസ് $1,500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ $1,000 100% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. സോ അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു ക്യാപിറ്റൽ കൂട്ടാൻ പറ്റും പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, കമ്മിങ് ടു USD JPY 159.74 നിൽക്കുന്നു. USD JPY എനിക്ക് വീണ്ടും സെയിം അവസരം തന്നെയാണ് പറയാനുള്ളത്. 159.20, 159 to 159.20 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ 158.40 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രോഫിറ്റ് എടുത്ത് മാറി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ എന്താ പറയുക, ബേസിക്കലി ഒരു ബുള്ളിഷ് ട്രെൻഡാണ് USD JPYയിൽ കാണിക്കുന്നത്. അൺലെസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, എന്താണ് ഒരു സഡൻ ഇൻ്റർവെൻഷൻ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ. ഇൻ്റർവെൻഷൻ മീൻസ് ജാപ്പനീസ് യെന്നിന് പവർ കൊടുക്കാനായിട്ട്, ജാപ്പനീസ് യെൻ ശക്തിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ജാപ്പനീസ് ഗവൺമെൻറ്റും ബാങ്ക് ഓഫ് ജപ്പാനും ചെയ്തില്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും 360 തട്ടും, അല്ലെങ്കിൽ 162 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പ്രമാണിച്ച് 158 വരെ മാർക്കറ്റ് പോയിട്ടും ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ആഴ്ച. സോ ഈ ഒരു മാർക്കറ്റ് താഴോട്ട് 158 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇന്നലെ നമ്മൾ GBP USDയിൽ പ്രോപ്പറായിട്ടൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.3200 അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി, അത് 1.3260 വരെ പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു $500 മുകളിലുള്ള ഒരു പ്രോഫിറ്റ് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വീണ്ടും 1.3200 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് 1.3180 താഴെയായിട്ട് വെക്കുക. ഓക്കെ, ടേക്ക്
പ്രോഫിറ്റ് 1.3260 അവിടെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് 1.3260 മുകളിലായിട്ടൊരു ബ്രേക്ക് ഔട്ട് വന്ന് അവിടെ ക്യാൻഡിൽസ് സർവൈവ് ചെയ്യുന്ന കണ്ടാൽ അവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ബൈയും എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ 1.3200 അവിടുന്ന് 3260 അവിടുന്ന് ടേക്ക് പ്രോഫിറ്റ് TP എടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ യൂറോ USD ബെയറിഷ് ആണ് മാർക്കറ്റ്. നമുക്ക് ഒരു കാരണവശാലും 1.3 ഓക്കെ, സോ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എൻട്രി ഉള്ളത് 1.1500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ബേസിക്കലി നമുക്ക് ടേക്ക് പ്രോഫിറ്റ് 1.1560 ഒക്കെ അവിടെയായിട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, കാരണം അതിൻ്റെ മുകളിലായിട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ അടുത്തൊരു ലെവലിലോട്ട് യൂറോ കയറി പോകത്തുള്ളൂ. സോ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ മറിച്ച് 1.1600 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ടൈറ്റായിട്ട് 1.1640 അവിടുന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. ഗോൾഡിൻ്റെ ഇന്നത്തെ ഒരു റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4000 ഓക്കെ, സോ ഗോൾഡിൻ്റെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ 4600 ബേസിക്കലി 4630 ടു 4700 വരെയാണ് ഇന്നത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ക്യാൻഡിൽ ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. സോ ബേസിക്കലി യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴും 4630 മുകളിൽ തന്നെയാണ് ഓപ്പൺ ആയത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഹൈ ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഗോൾഡിൽ വെറുതെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു ബെയറിഷ് ന്യൂട്രൽ ട്രെൻഡാണ് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് 4610 താഴെയായിട്ട് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു സെൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയും അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ക്വിക്കായിട്ടൊരു 4580 4550 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതാണ് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണം എന്നുള്ള ആൾക്കാർക്ക് 4630 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ പ്രോപ്പറായിട്ടൊരു 1 hour ക്യാൻഡിൽ സപ്പോർട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ 4630 അവിടുന്ന് ബൈ ചെയ്ത് പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇന്നലെയും 4630 അവിടെ നിന്നൊരു ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു 2 ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. 4700 മുകളിലായിട്ട് 1 hour ക്യാൻഡിൽ തുടങ്ങുകയും അത് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ബൈ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല US മാർക്കറ്റ് തുറക്കുന്നവരെ. എങ്കിലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. US മാർക്കറ്റ് വരെ നമുക്ക് 4630 ടു 4700 എന്ന് പറയുന്ന നാരോ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.